ഇനി അടുത്ത ചോദ്യം ഡോക്ടർ സാക്കിർ നായിക്കിനോട്. ഡോക്ടർ സാക്കിർ, നിങ്ങൾ പറഞ്ഞു ഖുർആനിൽ യാതൊരു അബദ്ധവുമില്ലെന്ന്. എന്നാൽ അറബി വ്യാകരണത്തിൽ 20ഓളം തെറ്റുകൾ ഞാൻ അവയിൽ കണ്ടിട്ടുണ്ട്. അവയിൽ ചിലത് ഞാൻ പറയാം. ഇന്നല്ലസീന ആമനു വല്ലസീന ഹാദു വസ്സാബിഊൻ. എന്നാൽ ബഖറയിലും ഹജ്ജിലും ഇന്നല്ലസീന ആമനു വല്ലസീന ഹാദു വസ്സാബിഈൻ എന്നാണ് പറയുന്നത്. അസ്സാബിഊൻ എന്നതോ അസ്സാബിഈൻ എന്നതോ ഏതാണ് ശരി? സൂറ താഹയിലെ 63-ാം ആയത്ത് ഇന്ന ഹാസാനി ലസാഹിറാൻ എന്നത് തെറ്റാണ്. ഇന്ന ഹാസൈനി ലസാഹിറാൻ എന്നാണ് വേണ്ടത്. നിങ്ങൾക്കിത് വിശദീകരിക്കാൻ പറ്റുമോ? ഇനിയും ധാരാളം അബദ്ധങ്ങളുണ്ട് ഖുർആനിൽ. വളരെ നല്ല ചോദ്യമാണ് സഹോദരന്റേത്. 20 വ്യാകരണ പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അബ്ദുൽ ഫാദിയുടെ ഖുർആനിൽ അബദ്ധങ്ങളില്ലെന്നോ എന്ന പുസ്തകമാണ് അദ്ദേഹം അവലംബിച്ചത്. ശരിയല്ലേ? Alhamdulillah, my side is good. 20 എണ്ണത്തിനും ഒരുമിച്ച് ഞാൻ മറുപടി പറയാം. കാരണം ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. എല്ലാ അറബി വ്യാകരണവും ഖുർആനിൽ നിന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ അറബി സാഹിത്യ ഗ്രന്ഥമാണ്. അത് അറബി വ്യാകരണത്തിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതിലൊരു തെറ്റുമില്ല. ഇത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു അളവുകോൽ. അതിൽ അളവുകളുണ്ട്. നിങ്ങൾ പറയുകയാണ് അതിൽ അളവുകൾ തെറ്റാണെന്ന്. ഈ വാദം തികച്ചും യുക്തിഹീനമാണ്. വ്യത്യസ്ത അറബി ഗോത്രങ്ങളിൽ അറബി വ്യാകരണത്തിൽ വ്യത്യാസമുണ്ട്. ഡോക്ടർ വില്യം ക്യാമ്പലിന് അതറിയാം. ചില ഗോത്രങ്ങളിൽ സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്ന പദങ്ങൾ മറ്റു ഗോത്രങ്ങളിൽ പുല്ലിംഗമായിരിക്കും. ആ തെറ്റായ വ്യാകരണം ഉപയോഗിച്ചാണോ ഖുർആൻ നിങ്ങൾ പരിശോധിക്കേണ്ടത്? അല്ല. കൂടാതെ ഖുർആനിന്റെ വശ്യത ഉന്നതവും മഹോന്നതവുമാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഇന്റർനെറ്റിൽ ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ്. 12 വ്യാകരണ പിഴവുകൾ, 20 വ്യാകരണ പിഴവുകൾ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്രിസ്ത്യാനികൾ ഇവ ഉദ്ധരിക്കുമെന്ന്? ആരാണ് ഇവ ഉദ്ധരിക്കുന്നത്? മുസ്ലിങ്ങളാണ് ഇവ ഉദ്ധരിക്കുന്നത്. സമഷ്കരിയെ പോലുള്ള മുസ്ലിം പണ്ഡിതർ എന്താണ് അവർ ചെയ്തത്? അറബികളുടെ പാരമ്പര്യ പ്രയോഗങ്ങളെക്കാളും എത്രയോ ഉന്നതമാണ് അറബി വ്യാകരണം. ഖുർആൻ വ്യാകരണം ഉന്നതമാണെന്ന് തെളിയിക്കാൻ ചില ഉദാഹരണങ്ങൾ അവർ നൽകുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ നൽകാം. നിങ്ങളുടെ 20 ചോദ്യങ്ങൾക്ക് മറുപടിയായി അത് ധാരാളമാണ്. ഖുർആൻ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, ലൂത്ത് നബിയുടെ സമൂഹം എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചതായിട്ട്. അവർ പ്രവാചകന്മാരെ നിഷേധിച്ചു എന്നാണ് പറയുന്നത്. ഡോക്ടർ വില്യം ക്യാമ്പൽ പറഞ്ഞു, നൂഹിന്റെ ജനത പ്രവാചകന്മാരെ നിഷേധിച്ചു. ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരിലേക്ക് ഒരു പ്രവാചകനാണ് നിയോഗിതനായതെന്ന്. അതിനാൽ ഇതൊരു വ്യാകരണ പിശകാണ്. ജനങ്ങൾ പ്രവാചകനെ നിഷേധിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്, പ്രവാചകന്മാരെ എന്നല്ല. ഞാനും നിങ്ങളോട് യോജിക്കുന്നു, ഒരു സാധാരണക്കാരന്റെ വ്യാകരണം എങ്ങനെ നീ ഞാൻ അറിയും ഇതുപോലുള്ളവ ചിലപ്പോൾ തെറ്റാകാം. പക്ഷെ അറബികൾ എഴുതിയ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചാൽ ഖുർആനിന്റെ സൗന്ദര്യം എന്താണ്? ഖുർആനിന്റെ സൗന്ദര്യം ദൂതൻ എന്നതിന് പകരം ദൂതന്മാർ എന്ന് ഖുർആൻ പ്രയോഗിച്ചത് എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾക്കറിയാമോ, നമുക്കറിയാം എല്ലാ പ്രവാചകന്മാരുടെയും അടിസ്ഥാന സന്ദേശം ഒന്നായിരുന്നു. ഒരു ദൈവത്തെക്കുറിച്ച്, തൗഹീദിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്. ലൂത്ത് നബിയുടെ ജനതയെക്കുറിച്ച് വിവരിക്കുമ്പോൾ ലൂത്ത് നബിയുടെ ജനത പ്രവാചകന്മാരെ നിഷേധിച്ചു. ഇത് പറയുന്നത് ലൂത്ത് നബിയെ നിഷേധിച്ചത് വഴി പരോക്ഷമായി അവർ എല്ലാ പ്രവാചകന്മാരെയും നിഷേധിച്ചിരിക്കുന്നു. ഇതിന്റെ സൗന്ദര്യം നോക്കൂ, ഇതിന്റെ വശ്യത നോക്കൂ. ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ ഇത് തെറ്റല്ല. അനീഷ് ഷെറോസിനെ പോലുള്ളവർ പറയുന്നു, ഖുർആൻ പറയുന്നു കുൻ ഫയകൂൻ, ഉണ്ടാകൂ അപ്പോൾ അതുണ്ടാകും. എന്നാൽ ഇത് കുൻ ഫഖാന, ഉണ്ടാകൂ അപ്പോൾ അതുണ്ടായിരുന്നു എന്നാണ് വേണ്ടിയിരുന്നതെന്ന്. കുൻ ഫഖാന അറബിയിൽ ഭൂതകാലമാണ്. ഇത് കുൻ ഫയകൂൻ എന്നല്ല. പക്ഷെ കുൻ ഫയകൂൻ എന്നതാണ് ഏറ്റവും അനുയോജ്യം. ഇത് പറയുന്നത് അള്ളാഹുവിന് കഴിഞ്ഞതും ഇപ്പോഴത്തേതും വരാനിരിക്കുന്നതും ചെയ്യാൻ കഴിയും.